ലോക ചരിത്രത്തിൽ സൈനിക സഖ്യങ്ങൾക്ക് എക്കാലവും വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാളെ തൊട്ടാൽ എല്ലാവരും ചേർന്ന് തിരിച്ചടിക്കുമെന്ന കൂട്ടായ പ്രതിരോധ തത്വമാണ് നാറ്റോയെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റിയത്. ഇതിന് സമാനമായി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഒന്നു ചേർന്ന് ഒരു സൈനിക സഖ്യം രൂപീകരിക്കുക എന്ന ആശയമാണ് ഇസ്ലാമിക നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ മുൻകൈ എടുക്കുന്ന ഈ നീക്കം കേവലം ഒരു സൈനിക സഖ്യം എന്നതിലുപരി വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒന്നാണ്. 1949 സ്ഥാപിതമായ നാറ്റോ ഇന്ന് 32 രാജ്യങ്ങളുടെ കരുത്തായി മാറിയിരിക്കുന്നു. ഫിൻലാൻഡും സ്വീഡനും കൂടി ചേർന്നതോടെ യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിരോധ കവചമായി അത് മാറി. യുക്രൈൻ യുദ്ധത്തിൽ നാറ്റോ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും അവരുടെ ആയുധ സഹായമാണ് യുക്രൈനെ റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്. ഈ ശക്തിയും സ്വാധീനവുമാണ് മുസ്ലിം രാജ്യങ്ങളെ ഇത്തരം ഒരു ചിന്തയിലേക്ക് നയിച്ചതും. ലോകത്തിലെ പല ചെറിയ ഇസ്ലാമിക രാജ്യങ്ങളും ആഭ്യന്തര കലാപങ്ങളാലും അയൽ രാജ്യങ്ങളുടെ ഭീഷണിയാലും തകർച്ചയുടെ വക്കിലാണ്. ഒരു സുരക്ഷാ സഖ്യം ഉണ്ടെങ്കിൽ തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാമെന്നും ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കുമായി പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാമെന്നും ഇവർ കണക്കുകൂട്ടുന്നു. ഈ സഖ്യത്തിൽ ഓരോ രാജ്യത്തിനും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഇത് പ്രധാനമായും 3 തൂണുകളിലാണ് നിലകൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒന്നായ സൗദിക്ക് ഈ സഖ്യത്തിന് ആവശ്യമായ വമ്പിച്ച സാമ്പത്തിക സഹായം നൽകാൻ കഴിയും. സൈനിക ആയുധവൽക്കരണത്തിന് ആവശ്യമായ ഫണ്ട് സൗദിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലെ ഏക ആണവശക്തിയാണ് പാകിസ്ഥാൻ. വലിയൊരു സ്ഥിരം സൈന്യവും യുദ്ധപരിചയമുള്ള ഉദ്യോഗസ്ഥരും പാകിസ്ഥാന്റെ കരുത്താണ്. അസീം മുനീർ എന്ന സൈനിക മേധാവിയുടെ കീഴിൽ പാകിസ്ഥാൻ ഈ സഖ്യത്തിനായി വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ തുർക്കി ഇന്ന് സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബൈരക്തർ ഡ്രോണുകൾ ആധുനിക യുദ്ധമുഖത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞു. കപ്പൽ നിർമ്മാണത്തിലും മിസൈൽ സാങ്കേതിക വിദ്യയിലും തുർക്കി മുൻപന്തിയിലാണ്. ഈ 3 രാജ്യങ്ങളും 2025 സെപ്റ്റംബറിൽ ഒപ്പിട്ട തന്ത്രപരമായ സംയുക്ത പ്രതിരോധ കരാർ ഈ സഖ്യത്തിന്റെ ആദ്യ പടിയായി വിലയിരുത്തപ്പെടുന്നു. ഈ സഖ്യത്തിന് പിന്നിൽ കേവലം പ്രതിരോധം മാത്രമല്ല, പഴയകാല പ്രതാപം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിന് ഏകീകൃതമായ ഒരു അന്വേഷണം നഷ്ടപ്പെട്ടു. ഇന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാൻ ആഗോള മുസ്ലിം നേതാവെന്ന പദവിയിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത്, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു കാലത്ത് അറബ് ലോകത്തെ നയിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലുമായുള്ള യുദ്ധങ്ങളിലെ പരാജയം അവരെ തളർത്തി. പ്രത്യേകിച്ചും 1967 6 ദിവസത്തെ യുദ്ധം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വലിയ ആഘാതമായിരുന്നു. ഈ ക്ഷീണം തീർക്കാനും ആഗോള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയാകാനും ഇസ്ലാമിക നാറ്റോ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ സഖ്യത്തിന്റെ ഏറ്റവും വലിയ കോമൺ എനിമി അഥവാ പൊതുശത്രു ഇസ്രയേൽ തന്നെയാണ്. ഖത്തറിലെ ദോഹയിൽ ഹമാസ് നേതാക്കൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളും ഗാസയിലെ സംഘർഷങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ സൈനിക മേധാവിത്വത്തെ ചെറുക്കാൻ ഓരോ രാജ്യവും ഒറ്റയ്ക്ക് ശ്രമിക്കുന്നതിനേക്കാൾ ഫലപ്രദം സംയുക്തമായി നീങ്ങുന്നതാണെന്ന് ഇവർ കരുതുന്നു. ഇസ്രയേലിന്റെ അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ വെല്ലുവിളിക്കാൻ തുർക്കിയുടെ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ ആണവ കരുത്തും ചേരുന്നത് വലിയ ഭീഷണിയാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നാറ്റോ എന്ന സങ്കല്പം അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്ന രാജ്യമാണ് തുർക്കി. പാകിസ്ഥാൻ അത്യാധുനിക യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും നൽകുന്നത് തുർക്കിയാണ്. ഈ സഖ്യം ശക്തമായാൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇവർക്ക് സാധിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾക്ക് ഈ സഖ്യത്തിലൂടെ പരോക്ഷമായ പിന്തുണ ലഭിക്കുമോ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. സൈനിക സഹകരണം എന്ന പേരിൽ നടക്കുന്ന ആയുധ കൈമാറ്റങ്ങൾ ഭീകരതയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അറബ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നിലവിൽ നല്ല ബന്ധമാണുള്ളതും. എന്നാൽ പാകിസ്ഥാനെ മുൻനിർത്തിയുള്ള ഒരു സൈനിക ബ്ലോക്ക് രൂപപ്പെട്ടാൽ ഇന്ത്യയുടെ പശ്ചിമേഷ്യൻ നയങ്ങളെ അത് ബാധിക്കും. എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഈ സഖ്യത്തിന് കീഴിൽ വരുമെന്ന് കരുതുന്നത് തെറ്റാണ്. പ്രധാനമായും ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാൻ ഇതിന്റെ ഭാഗമാകാൻ സാധ്യത കുറവാണ്. സൗദിയും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത ഇപ്പോഴും നിലനിൽക്കുന്നു. ഹൂതി വിമതരെ ഉപയോഗിച്ച് യമനിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ സൗദിയെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. ഖമേനിയുടെ വിപ്ലവത്തിന് ശേഷം ഇറാൻ ആഗ്രഹിക്കുന്നത് ആഗോള ഇസ്ലാമിക നേതൃത്വമാണ്. അത് സൗദിക്കോ തുർക്കിക്കോ വിട്ടു നൽകാൻ അവർ തയ്യാറല്ല. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഇറാൻ ഇപ്പോൾ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളും അവിടെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇല്ലാത്ത ഒരു ഇസ്ലാമിക സഖ്യം ഒരിക്കലും പൂർണ്ണമാകില്ല. മാത്രമല്ല, ഇറാനെതിരെ ഈ സഖ്യം തിരിയാനുള്ള സാധ്യതയും ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയും ചൈനയും സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സഖ്യം വെല്ലുവിളിയാണ്. സൗദി അറേബ്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയാണ്. ഒരു സമാന്തര സൈനിക സഖ്യം രൂപീകരിക്കുന്നത് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കൂടാതെ പാകിസ്ഥാൻ വഴി ആണവ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുന്നത് അമേരിക്ക ഭീതിയോടെയാണ് കാണുന്നതും. ട്രംപ് ഭരണകൂടം പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും ഇത്തരമൊരു സഖ്യത്തെ അവർ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല.
പാകിസ്ഥാനിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം ചൈനയ്ക്കുണ്ട്. പാകിസ്ഥാൻ മറ്റൊരു സഖ്യത്തിന്റെ ഭാഗമാവുകയും തുർക്കിയുടെയോ സൗദിയുടെയോ സ്വാധീനത്തിലാവുകയും ചെയ്യുന്നത് ചൈന ഇഷ്ടപ്പെടുന്നുമില്ല. പാകിസ്ഥാനെ തങ്ങളുടെ ഒരു ക്ലയന്റ് സ്റ്റേറ്റായി നിലനിർത്താനാണ് ചൈനയുടെ താല്പര്യം. ഇസ്ലാമിക നാറ്റോ യാഥാർത്ഥ്യമാകാൻ ഇനിയും ഏറെ ദൂരമുണ്ട്. കടലാസിലെ കരാറുകൾക്കപ്പുറം സൈനികമായ ഒരു ഏകീകരണം ഇവർക്കിടയിൽ സാധ്യമാണോ എന്നത് സംശയകരമാണ്. നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ഒരു പരിധിവരെ സാംസ്കാരികവും രാഷ്ട്രീയമായ സമാനതകളുമുണ്ട്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ രാജഭരണവും ജനാധിപത്യവും മതമൗലികവാദവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇവരെ ഒന്നിപ്പിക്കുക എന്നത് പ്രയാസകരമാണ്. അതിസമ്പന്നമായ സൗദിയും ദരിദ്രമായ പാകിസ്ഥാനും തമ്മിലുള്ള സാമ്പത്തിക അന്തരം തീരുമാനമെടുക്കുന്നതിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും. സൗദി അറേബ്യ ഇപ്പോൾ ഇസ്രയേലുമായും ഇന്ത്യയുമായും സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിനോദസഞ്ചാര മേഖലയിലും മറ്റും സൗദി നടത്തുന്ന പരിഷ്കാരങ്ങൾ തീവ്ര മതനിലപാടുകളിൽ നിന്നും അവർ മാറുന്നതിന്റെ സൂചനയാണ്. ഇസ്ലാമിക നാറ്റോ എന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തിയാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും അത് നേരിടുന്ന ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ചെറുതല്ല. തുർക്കിയുടെ ആഗ്രഹങ്ങളും പാകിസ്ഥാന്റെ ആവശ്യങ്ങളും സൗദിയുടെ പണവും ഒന്നിച്ചാൽ അത് ലോകത്തിന് ഒരു പുതിയ അധികാര കേന്ദ്രം നൽകും. എന്നാൽ ഷിയ സുന്നി ഭിന്നതയും അമേരിക്കയുടെയും ചൈനയുടെയും ഇടപെടലുകളും ഈ സഖ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വികാരപരമായ നീക്കങ്ങളെക്കാൾ പ്രായോഗികമായ നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇത്തരം സഖ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ ചേരിതിരിവിലേക്കോ നീങ്ങുകയാണോ എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ഇസ്ലാമിക നാറ്റോ എന്ന ഈ പുതിയ സങ്കല്പം.